ഒലിവറിൻ്റെ സ്റ്റോറി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒലിവർ ഗോസ് ടു ലണ്ടൻ. അപ്പോൾ ഒലിവർ നമുക്കറിയാം അനാഥ പയ്യനാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ശവപ്പെട്ടി കച്ചവടം നടത്തുന്ന ഒരാളെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇനി ഒലിവർ ലണ്ടനിലേക്ക് പോകാൻ പോകും. ഓക്കെ, എന്ത് രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒലിവർ വാസ് നൗ ഒഫീഷ്യലി ആൻ അണ്ടർടേക്കേഴ്സ് അസിസ്റ്റൻറ്റ്. ഇപ്പോൾ കുറച്ച് കാലമായി ഒലിവർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എന്തായിട്ടുണ്ട്, ഈ പറഞ്ഞ ശവപ്പെട്ടി കച്ചവടം നടത്തുന്ന അതൊരു അണ്ടർടേക്കിംഗ് ബിസിനസ് അല്ല, അയാളുടെ അസിസ്റ്റൻ്റായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് എ ഗുഡ് സിക്ലി ടൈം ഓഫ് ഇയർ. ആ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. സിക്ലി ടൈം ഓഫ് ഇയർ. ഓക്കെ, ആർക്ക് നല്ലതായിരുന്നു? ശവപ്പെട്ടി കച്ചവടക്കാർക്ക് നല്ലതായിരുന്നു. ഓക്കെ, ഞാനത് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇറ്റ് വാസ് ഗുഡ്, നന്നായിരുന്നു. സിക്ലി ടൈം ഓഫ് ഇയർ, ഒരുപാട് അസുഖങ്ങളുള്ള ഒരു വർഷമായിരുന്നു. ആൻഡ് കഫിൻസ് വെർ സെല്ലിംഗ് വെൽ. അതുകൊണ്ട് ശവപ്പെട്ടിക്ക് നല്ല കച്ചവടമായിരുന്നു. ഓക്കെ, ഒലിവർ ഗെയിൻഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഈ സമയത്ത് ഒലിവർ കിട്ടി എന്ത്? എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ എ ഷോർട്ട് ടൈം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒലിവറിന് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. ആൻഡ് വാസ് ഇൻട്രസ്റ്റഡ് ടു സീ ഹൗ ബ്രേവ് സം പീപ്പിൾ വെർ. ഇറ്റ് വാസ് ഇൻട്രസ്റ്റഡ്, അത് നല്ല രസമായിരുന്നു. എന്ത്? ടു സീ, കാണാൻ. ഹൗ ബ്രേവ്, ചില ആളുകൾ എത്ര ധൈര്യമുള്ളതാണ്. സം പീപ്പിൾ വെർ ആഫ്റ്റർ എ ഡെത്ത് ഇൻ ദ ഫാമിലി. അത് വീട്ടിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര ധൈര്യത്തെയാണ് ഇവരുടെ ചില കാലുകൾ ഫേസ് ചെയ്യുന്നത്. ഡ്യൂറിങ് ഫ്യൂണറൽസ്, ഈ ശ്മശാനത്തിൽ, അതായത് ഈ ശവസംസ്കാര ചടങ്ങിൻ്റെ അവസരത്തിൽ, ഫോർ സം റിച്ച് പീപ്പിൾ, ചില സമ്പന്നരായ ആളുകൾ, ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഹീ സോ ദാറ്റ്, അവൻ കണ്ടു, ദ പീപ്പിൾ ഹു ഹാഡ് ക്രൈഡ് ദ ലൗഡസ്റ്റ് ഇൻ ദ ചർച്ച് യൂഷ്വലി റിക്കവേർഡ് ദ ഫാസ്റ്റസ്റ്റ് ആഫ്റ്റർവേർഡ്സ്. അത് ഈ പറഞ്ഞ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ ഉള്ള സമയത്ത് അല്ലേ, ആ സമയത്ത് ഹീ സോ ദ പീപ്പിൾ ഹു ഹാഡ് ക്രൈഡ് ദ ലൗഡസ്റ്റ്. ആളുകൾ, ചിലർ കരഞ്ഞ ആളുകളുണ്ടല്ലോ, ഏറ്റവും ഒച്ചത്തിൽ കരഞ്ഞ ആളുകൾ ഇൻ ദ ചർച്ച്, ചർച്ചിൽ വെച്ച് ഒച്ചത്തിൽ കരഞ്ഞ ആളുകളായിരുന്നു യൂഷ്വലി സാധാരണഗതിയിൽ റിക്കവേർഡ്, അത് അവർ റിക്കവർ ചെയ്യുന്നത് ദ ഫാസ്റ്റസ്റ്റ് ആഫ്റ്റർവേർഡ്സ്. അതായത് ചില സമ്പന്നരായ ആളുകൾ എന്ത് ചെയ്യും, ചർച്ചിൽ വെച്ച് ഭയങ്കര കരച്ച് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യും. അതായത് അവർക്ക് പഴയ അവസ്ഥയിലേക്ക് അവരെത്തും, അത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. എന്താ, അപ്പോൾ അവരുടെ ഉദ്ദേശം അതാണ് അല്ലേ, എന്ത്, ആളുകളെ കാണിക്കുക. പിന്നെ സമ്പന്നനായ ആൾ പോയല്ലോ, പിന്നെ ബാക്കി സ്വത്ത് കിട്ടാൻ പോണ സന്തോഷമല്ലേ പിന്നെ അവർക്ക് ഉണ്ടാവുക. ഈ നോട്ടീസ്ഡ്, അവൻ ശ്രദ്ധിച്ചു, ഹൗ ഇൻ അതർ വെൽത്തി ഫാമിലീസ്, ചില സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങളിൽ, ദ വൈഫ് ഓർ ദ ഹസ്ബൻഡ് ഓഫൺ സീംഡ് ക്വൈറ്റ് cheerful ആൻഡ് calm despite the recent death. ചില വെൽത്തി ഫാമിലീസ്, ദ വൈഫ് ഓർ ദ ഹസ്ബൻഡ്, ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ മരിച്ച സമയത്ത് ഭർത്താവ്, ഭർത്താവ് മരിച്ച സമയത്ത് ഭാര്യ, ഓഫൺ സാധാരണഗതിയിൽ, സീംഡ് കാണപ്പെടുന്നത് ക്വൈറ്റ് cheerful, വളരെ സന്തോഷമുള്ളവരായിട്ടാണ് കാണുന്നത്, ആൻഡ് കാം വളരെ ശാന്തരായിട്ടാണ് കാണുന്നത്, ഡെസ്പൈറ്റ് ദ റീസെൻറ്റ് ഡെത്ത്. അതായത് ഇപ്പോൾ ഒരു മരണം കഴിഞ്ഞിട്ടുള്ളൂ, എന്നിരുന്നാലും ജസ്റ്റ് ഇഫ് നത്തിങ് ഹാഡ് ഹാപ്പൻ, അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ. ഒലിവർ വാസ് വെരി സർപ്രൈസ്ഡ്. ഇത് കണ്ടിട്ട് ഒലിവർ വളരെയധികം അത്ഭുതപ്പെട്ടു. ടു സീ ഓൾ ദിസ്, ഇതെല്ലാം കണ്ടപ്പോൾ. ആൻഡ് ഗ്രേറ്റ്ലി അഡ്മയർഡ് ദം, അവരോട് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നിയെന്ന് പറഞ്ഞു. ഫോർ കൺട്രോളിങ് ദെയർ സാഡ്നെസ് സോ വെൽ, അവരുടെ ആ ദുഃഖം വളരെ വിദഗ്ധമായിട്ട് അവർ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നു എന്ന് കണ്ടപ്പോൾ ഒലിവറിന് അവരോട് ആദരവ് തോന്നി. അപ്പോൾ ഒലിവർ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളല്ല, അവന് അറിയില്ലല്ലോ ഈ പറഞ്ഞ ആളുകളുടെ ഉള്ളിലുള്ള മനസ്സിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ ഇവർ ധൈര്യം കൊണ്ടാണ് കാമായിട്ട് സന്തോഷത്തിൽ നിൽക്കുന്നതാണ് ഒലിവർ വിചാരിച്ചത്. ഹി വാസ് ട്രീറ്റഡ് ബാഡ്ലി ബൈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ഹിം. അത് അവനെ എപ്പോഴും ആളുകൾ പെരുമാറിയിരുന്നത് മോശമായ രീതിയിലാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഭൂരിഭാഗം ആളുകൾ അറൗണ്ട് ഹിം, അവന് ചുറ്റുമുള്ള. നോഹ വാസ് ജെലസ് ബിക്കോസ്, നോഹക്ക് അസൂയായിരുന്നു. ബിക്കോസ്, കാരണം ഒലിവർ വെൻറ്റ് ഔട്ട് ടു ബറിയൽസ് വൈൽ ഹി വാസ് ലെഫ്റ്റ് ബാക്ക് ഇൻ ദ ഷോപ്പ്. ഒലിവറിനെ എപ്പോഴും ഇങ്ങനെ ശവസംസ്കാര ചടങ്ങുകൾക്കൊക്കെ പുറത്തേക്ക് പോകും. വൈൽ ഹി വാസ് ലെഫ്റ്റ് ബാക്ക് ഇൻ ദ ഷോപ്പ്. അപ്പോൾ നോഹ എപ്പോഴും ഷോപ്പിലായിരിക്കും. സോ ഹീ ട്രീറ്റഡ് ഹിം ഈവൻ വേഴ്സ് ദാൻ ബിഫോർ. അപ്പോൾ ഈ അസൂയ കണ്ടെത്താൽ ഹീ ട്രീറ്റഡ് ഹിം, അവനോട് പെരുമാറിയിരുന്നത് ഈവൻ വേഴ്സ്, കൂടുതൽ മോശമായ രീതിയിലായിരുന്നു, ദാൻ ബിഫോർ, മുമ്പുള്ളതിനേക്കാൾ. ഷാർലറ്റ്, അവിടെയുള്ള ഒരു പെൺകുട്ടിയെന്ന് തോന്നില്ല, ട്രീറ്റഡ് ഹിം ബാഡ്ലി, അവളും ഇവനോട് പെരുമാറിയുന്നത് മോശമായിട്ടായിരുന്നു. ബിക്കോസ് നോഹ ഡിഡ്, നോഹ ചെയ്തത് കാരണത്താൽ ഇവളും മോശമായിട്ടായിരുന്നു.
ഒലിവറിനോട് പെരുമാറിയത്. ആൻഡ് മിസ്സിസ് സോബറി വാസ് ഹിസ് എനിമി. മിസ്സിസ് സോബറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസ് ഹിസ് എനിമി, അവൻ്റെ ശത്രുവായിരുന്നു. ബിക്കോസ് കാരണം മിസ്റ്റർ സോബറി വാസ് സപ്പോസ് ടു ബി ഹിസ് ഫ്രണ്ട്. മിസ്സിസ് സോബറി വാസ് ഹിസ് എനിമി. കാരണം മിസ്സിസ് സോബറിയും ഒലിവറിൻ്റെ ശത്രുവായിരുന്നു. കാരണം മിസ്റ്റർ സോബറി സപ്പോസ് ടു ബി ഹിസ് ഫ്രണ്ട്. അതായത് മിസ്റ്റർ സോബറി നന്നായിട്ടാണ് ഇവനോട് പെരുമാറുന്നത്. ആ കാരണത്താൽ മിസ്റ്റർ സോബറിയുടെ, അതായത് ഇവളുടെ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആരുടെ ശത്രുക്കളാണ്? മിസ്സിസ് സോബറിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ ഈ മിസ്റ്റർ സോബറി ഒലിവറിനോട് നന്നായി പെരുമാറുന്നു എന്നുള്ള കാരണത്താൽ ഒലിവറും ശത്രുവാണ്. ആര്? മിസ്സിസ് സോബറിൻ്റെ ശത്രുവാണ്. വൺ ഡേ, ഒരു ദിവസം, സംതിങ് ഹാപ്പൻഡ്, എന്തോ ചില കാര്യം സംഭവിച്ചു. വിച്ച് മൈറ്റ് സീംസ് അൺഇമ്പോർട്ടൻറ്റ്, അത് അത്ര ഇമ്പോർട്ടൻറ്റ്, പ്രാധാന്യമല്ല എന്ന് തോന്നും. പക്ഷേ വിച്ച് ഹാഡ് എ ഗ്രേറ്റ് എഫക്റ്റ്, പക്ഷേ അത് വളരെ വലിയ ഒരു സ്വാധീനമുണ്ടാക്കി ഓൺ ഒലിവേഴ്സ് ഫ്യൂച്ചർ, ഒലിവറിൻ്റെ ഭാവിയിൽ. നോവ വാസ് ഇൻ എ പെർട്ടിക്കുലർലി ബാഡ് മൂഡ് ഓൺ ഡിന്നർ ടൈം. നോവ പൊതുവെ ബാഡ് മൂഡിലാണ്, പക്ഷെ ഒരു ദിവസം പ്രത്യേകിച്ചും അവൻ ബാഡ് മൂഡിലായിരുന്നു. ഓൺ ഡിന്നർ ടൈം, ഡിന്നറിൻ്റെ സമയത്ത്, അത് ഉച്ചഭക്ഷണം അല്ല, രാത്രി ഭക്ഷണം. ആൻഡ് സോ ഹി ട്രൈഡ് ടു മേക്ക് ഒലിവർ ക്രൈ ബൈ ഹിറ്റിംഗ് ഹിം. സാധാരണഗതിയിൽ ബാഡ് മൂഡിലായി ചെയ്യുന്നതാണ് എന്ത്? ഒലിവറിനെ കരയിപ്പിക്കുക, അവനെ ഇടിച്ചുകൊണ്ട്. പുള്ളിങ് ഹിസ് ഹെയർ, അവൻ്റെ മുടി പിടിച്ച് വലിച്ചുകൊണ്ട്. ആൻഡ് കോളിങ് ഹിം ഹൊറിബിൾ നെയിംസ്, മാത്രമല്ല അവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഹൊറിബിൾ നെയിംസ്, ഭീകരമായിട്ടുള്ള പേരുകൾ വിളിച്ചുകൊണ്ടിരിക്കും. ദിസ് വാസ് ഓൾ സക്സസ്ഫുൾ, ഇതെല്ലാം വളരെ വിജയപ്രദമായിരുന്നു. സോ ഹീ ട്രൈഡ് പേഴ്സണൽ ഇൻസൾട്ട്, അതൊക്കെ വിജയിച്ചപ്പോൾ അവന് കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ചില ഇൻസൾട്ടുകൾ, അപവാദങ്ങൾ പറയാൻ തുടങ്ങി. വർക്ക് ഹൗസ്, അവനെ വിളിക്കുന്ന പേരല്ലേ, വർക്ക് ഹൗസ്. ഹൗസ് യുവർ മദർ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ? ഹി ആസ്ക്ഡ്. അപ്പോൾ ഒലിവറിന് പറഞ്ഞു, ഷീ ഈസ് ഡെഡ്, അവൾ മരിച്ചുപോയി. റിപ്ലൈഡ് ഒലിവർ. ഒലിവർ പറഞ്ഞു, ഹിസ് ഫേസ് ഗോൺ റെഡ് വിത്ത് ഇമോഷൻ, അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ചുമന്നു വിത്ത് ഇമോഷൻ, വികാരാധിത്യമായി കൊണ്ട്. നോഹ ഹോപ്പ് ദാറ്റ് ഒലിവർ വാസ് ഗോയിങ് ടു ക്രൈ, ഇത് കണ്ടപ്പോൾ നോഹ പ്രതീക്ഷിച്ചു എന്ത്? ഒലിവർ വാസ് ഗോയിങ് ടു ക്രൈ, ഒലിവറിന് കരയാൻ പോവാണ്. സോ ഹീ കണ്ടിന്യൂഡ്, അപ്പോൾ അവൻ വീണ്ടും തുടർന്നു. വാട്ട് ഡിഡ് ഷീ ഡൈഡ് ഓഫ് വർക്ക് ഹൗസ്, എന്ത് കാരണത്താലാണ്, എന്തുകൊണ്ടാണ് അവൾ മരിച്ചത്? വർക്ക് ഹൗസ്, വർക്ക് ഹൗസ് എന്നുള്ള ഒലിവറിൻ്റെ പേര്, അതായത് നോഹനെ സംബന്ധിച്ചോളം. ഓഫ് എ ബ്രോക്കൺ ഹേർട്ട് ഐ വാസ് ടോൾഡ്, എന്നോട് പറയപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഓഫ് എ ബ്രോക്കൺ ഹാർട്ട്, ഹൃദയം തകർന്നാണ് മരിച്ചത്. ആൻഡ് എ ടിയർ റോൾഡ് ഡൗൺ ഒലിവേഴ്സ് ചിക്ക്, അപ്പോൾ ഒരു കണ്ണീരിങ്ങനെ ഉരുണ്ട് താഴേക്ക് പോയി ഒലിവറിൻ്റെ. അപ്പോൾ നോവ ചോദിച്ചു, വൈ ആർ യു ക്രൈയിങ്, നീ എന്തിനാണ് കരയുന്നത്? വർക്ക് ഹൗസ്. ഒലിവർ റിമൈൻ സൈലൻറ്റ്, ഇത് കേട്ടപ്പോൾ ഒലിവർ മിണ്ടാതിരുന്നു. ആൻഡ് നോഹ ഗ്രൂ ബ്രേവർ, ഒലിവർ മിണ്ടാതിരിക്കുന്നതനുസരിച്ച് നോഹൻ്റെ ധൈര്യം ഇങ്ങനെ കൂടി വരിക. യു നോ ഐ ഫീൽ വെരി സോറി, എനിക്കറിയോ, എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഫോർ യു, നിന്നെ സംബന്ധിച്ചോളം, വർക്ക് ഹൗസ്. ബട്ട് ദ ട്രൂത്ത് ഈസ് യുവർ മദർ വാസ് എ വിക്കഡ് വുമൺ, യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്റെ അമ്മ ഒരു ചീത്തയായ സ്ത്രീയായിരുന്നു. ഒലിവർ സീംഡ് സഡൻലി ടു വേക്കപ്പ്, അവൻ്റെ അമ്മനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവർ പെട്ടെന്ന് ഉണർന്ന പോലെ തോന്നി. വാട്ട് ഡിഡ് യു സേ, നീ എന്താ പറഞ്ഞത്? ഷീ വാസ് സോ ബാഡ് ഇറ്റ് വാസ് ലക്കി ഷീ ഡൈഡ്, അതായത് ഷീ വാസ് സോ ബാഡ്, അവൾ വളരെ മോശപ്പെട്ടവളായിരുന്നു. ഇറ്റ് വാസ് ലക്കി, ഇത് ഭാഗ്യമാണ്, ഷീ ഡൈഡ്, അവൾ മരിച്ചത്. ഓർ ഷീ വുഡ് ഹാവ് എൻഡഡ് അപ്പ് ഇൻ പ്രിസൺ ഓർ ഹങ്, അല്ലെങ്കിൽ അവളൊരു പക്ഷേ ജയിലിലോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ല് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്രയ്ക്ക് മോശമായിരുന്നു. നോഹ പറയണം. ഹിസ് ഫേസ് ബ്രൈറ്റ് റെഡ് വിത്ത് ആങ്കർ, ഒലിവർ ജംപ്ഡ് അപ്പ്, ഒലിവറിൻ്റെ മുഖം ബ്രൈറ്റ് റെഡ്, ചുവപ്പ് കളറായി, വിത്ത് ആങ്കർ, ദേഷ്യം കൊണ്ട്. ഒലിവർ ജംപ്ഡ് അപ്പ്, ഒലിവർ ചാടി എഴുന്നേറ്റു. ഓക്കെ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. വിൽ കണ്ടിന്യൂ നെക്സ്റ്റ്. താങ്ക് യു, ബൈ.